ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കെനാൻ ഫാം. ഇന്ന് ഞാനും മിക്കയും റീവിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നേക്കുവാണ് കേട്ടോ. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് റീവൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, എടി സൺഡേ അല്ലേ, നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ എന്ന്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി നമ്മുടെ അടുത്തുള്ള TK മാക്സിലാണ് കേട്ടോ വരുന്നത്. ഇച്ചായ നമ്മുടെ കൂടെ വന്നില്ല കേട്ടോ, കാരണം പുള്ളി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ആ ഉറക്കം കണ്ടിട്ട് ഡിസ്റ്റർബ് ചെയ്യാനും തോന്നിയില്ല. ഞാൻ പൊതുവേ TK മാക്സിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞൊരു ദിവസം ഞാൻ മിക്കിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പം ഇവിടുത്തെ കളക്ഷൻസൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ റീവിനോട് പറഞ്ഞു, നമുക്ക് പുതിയൊരു സ്റ്റൈൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ആ ടീഷർട്ട് എടുപ്പിച്ചു കേട്ടോ. അതിൻ്റെ സെയിം ടീഷർട്ട് തന്നെ ഞാൻ കെനത്തിനും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം കെനത്തിന് ഇഷ്ടമുള്ളത് എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കെനത്തിനെ കൂട്ടി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ കുറേ ടീഷർട്ടൊക്കെ റീവിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മിക്കി കരച്ചിൽ തുടങ്ങി. കാരണം അവൾക്ക് വിശപ്പായി, രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അവൾക്കൊരു പഴവും കൊടുത്ത് അവിടെ നിന്ന് ഒരു സോപ്പും വാങ്ങിയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. നമ്മൾ പോയ TK മാക്സിൻ്റെ തൊട്ടടുത്തിന് സ്പോർട്സ് ഡയറക്റ്റ് ഉണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് കയറിയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഷൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഷൂസും വാങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. വീടിൻ്റെ പുറത്തിറങ്ങി എവിടെ നിന്നാണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പാണ്. അങ്ങനെ ആ ഗ്രൗണ്ടിൽ തന്നെയുള്ളൊരു മെക്ഡോണൽഡ്സിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് വാങ്ങി. ഈ ചാനലുള്ള ഫുഡ് പാർസലും വാങ്ങിയിട്ട് മിക്കയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിനേക്കാളും അവർക്ക് എൻജോയ്മെൻറ്റ് ഫുഡിലിട്ട് കൈയിട്ട് വാരി വെറുതെ കളിക്കുന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇങ്ങനെ ചില ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചിലപ്പം നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.